ഒരു കസ്റ്റം ഡയറക്ടർ എഴുതുന്ന സ്ട്രക്ചറൽ ഡയറക്ടർ എഴുതുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത്. പക്ഷെ അത് പാതി വെച്ചിട്ട് നിന്നുപോയി. അപ്പം ഞാനത് ജസ്റ്റ് ചുരുക്കി പറയാണ്. എങ്ങനെയാണ് ഞാൻ ആദ്യം കസ്റ്റം മീൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഇമ്പോർട്ട് എടുത്തു. ആ ഡയറക്ടറിനെ ഞാൻ app.component.tsനകത്ത് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റാർ ngf നമ്മൾ എന്ത് സ്റ്റാർ ആപ്പ് കസ്റ്റം ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു. ഈ സ്റ്റാർ ആപ്പ് കസ്റ്റം ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഇങ്ങനെയാണ് അത് എക്സ്പാൻഡ് ആവുന്നത്. ng ടെംപ്ലേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് ആപ്പ് കസ്റ്റം ഈഫ് വരും ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വാല്യൂ ട്രൂ. ഇങ്ങനെ ആയിരിക്കും അത് കമ്പൈലർ എക്സ്പാൻഡ് ചെയ്യുക. അതിനകത്ത് എന്ത് കണ്ടന്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ കണ്ടന്റ് അതിനകത്ത് വരും. സോ ഇങ്ങനെയാണ് ngif ആണെങ്കിലും ng4 ആണെങ്കിലും ഒരു കസ്റ്റം സ്ട്രക്ചർ ഡയറക്ടർ ആണെങ്കിലും എക്സ്പാൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കസ്റ്റം ഡയറക്ടർ സ്ട്രക്ചറൽ ഡയറക്ടർ എഴുതണമെങ്കിൽ ആദ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടെംപ്ലേറ്റ് റെഫും വ്യൂ കണ്ടെയ്നർ റെഫും ആണ്. നമ്മൾ അതിനകത്തുനിന്ന് ആപ്പ് കസ്റ്റം ഈഫ് നമ്മൾ സ്റ്റാർ ആപ്പ് കസ്റ്റം ഈഫ് എന്ന് എഴുതുന്നത് കൊണ്ട് തന്നെ ഇനാറ്റ് ഇൻപുട്ട് സെറ്റ് ആപ്പ് കസ്റ്റം ഈഫ് കണ്ടീഷൻ ഒരു കണ്ടീഷൻ ആ കണ്ടീഷൻ എന്താണോ സ്റ്റാർ ആപ്പ് കസ്റ്റം ഈഫ് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കുന്നു, അതായത് ഇവിടെ ഞാനിപ്പോൾ ഹാർഡ് കോഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ട്രൂ ആണ്. ആ വാല്യൂ എന്താണോ ആ കണ്ടീഷൻ ആയിരിക്കും ഇങ്ങോട്ട് വരിക. അത് ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വരും. ആ കണ്ടീഷനും അതുപോലെ തന്നെ ഈസ് വിസിബിൾ എന്നൊരു ടാഗ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ആദ്യം എന്തായാലും ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് അല്ല, കണ്ടീഷൻ ട്രൂ ആണ്, ടെംപ്ലേറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുമില്ല എന്നുണ്ടെങ്കിൽ വ്യൂ ടെംപ്ലേറ്റ് ഡോട്ട് ക്രിയേറ്റ് എംബെഡഡ് വ്യൂ ഓഫ് ദിസ് ഡോട്ട് ടെംപ്ലേറ്റ് റഫ് കൊടുക്കും. എന്നിട്ട് ദിസ് ഡോട്ട് ഈസ് വിസിബിൾ ഈക്വൽ ടു ട്രൂ, അതായത് ഇത് വിസിബിൾ ആക്കി കൊടുത്തു. ഈസ് ഫോൾസ്, അതായത് കണ്ടീഷൻ ഫോൾസും ആണ് എന്നാൽ ഇത് വിസിബിളും ആണ്. അതായത് കണ്ടീഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്, എന്നാൽ നമ്മുടെ ഈ സാധനം വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂ കണ്ടെയ്നർ റഫ് ഡോട്ട് ക്ലിയർ അടിച്ചു കൊടുക്കും. ദിസ് ഡോട്ട് വിസിബിൾ ഈക്വൽ ടു ട്രൂ കൊടുക്കും. ഇതിനകത്ത് ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ റെക്കോർഡിംഗ് ശരിയായില്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായപ്പോയത്. ഇതിപ്പം ആപ്പ് ചൈൽഡ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് ചൈൽഡ് കാണുന്നുണ്ട്. ഞാനിത് ഫോൾസ് ആക്കുവാണ്. ഫോൾസ് ആക്കി കഴിഞ്ഞപ്പം അത് പോയിട്ടുണ്ട്. ഞാനിവിടെ ഡീബഗർ ഇട്ട് ശരിക്കും നടക്കുന്നത് എന്താണെന്നൂടെ കാണിച്ചു തരാം. ഡീബഗറിൽ വന്നു, ആപ്പ് കസ്റ്റം ഈഫിൽ വന്നു, കണ്ടീഷൻ ഫോൾസ്, ഈസ് വിസിബിൾ ഫോൾസ്, കണ്ടീഷൻ ഫോൾസ് ആണ്, ഈസ് വിസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്, ഫോൾസ് ആണ്, ആൻഡ് ദിസ് ഡോട്ട് ഈസ് വിസിബിൾ ഇസ് ഈക്വൽ ടു ഫോൾസ്. ഫോൾസ് ആൻഡ് ഫോൾസ് ട്രൂ ആണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഞാൻ ട്രൂ ആക്കി കൊടുക്കുകയാണ്. ട്രൂ ആയി കഴിയുമ്പോഴത്തേക്കും ഡീബഗറിൽ നോക്കിക്കോണം. ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ എവാലുവേറ്റ് വരുന്നത് ട്രൂ ആണ്. ഈസ് ഡോട്ട് വിസിബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണ്. ഉടനെ അത് ക്രിയേറ്റ് എംബെഡഡിലോട്ട് പോകുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ഉടനെ അത് എംബെഡഡ് ആയിട്ട് വരും. നമുക്ക് വാല്യൂ സ്ക്രീനിൽ കാണാൻ പറ്റും. See. അപ്പം ഇതാണ് പാർട്ട് 5 എന്ന് പറയുന്നത്.